യെസ്, എന്താണ് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പൊ ഇന്ന് നമ്മള് BPCC 107 മൊത്തം യൂണിറ്റ്, ആകെ മൊത്തം 12 യൂണിറ്റ് ആണ് BPCC 107 ഉള്ളത്. ഈ 12 യൂണിറ്റും ഒന്ന് ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ നോക്കാൻ പോവാണ്. എന്തൊക്കെയാണ് ഓരോ യൂണിറ്റിലും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, എക്സാമിന് ഇതുവരെ നോക്കാത്തവർക്ക് ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം മൊത്തത്തിലൊന്ന് ഓടിച്ചു പോകുന്ന ഒരു ക്ലാസ് ആണ് കേട്ടോ. BPCC 107 മൊത്തത്തിൽ നമ്മളിതിൽ കവർ ചെയ്യാൻ പോവാണ്. നമുക്ക് നമ്മുടെ സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ് അതെന്നെ നമുക്ക് ആദ്യം നോക്കാം. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണത്തോടു കൂടെ നമുക്ക് തുടങ്ങാം. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തേക്കൊന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക. ഇതിനെയാണ് നമ്മൾ സോഷ്യൽ എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുപാടിനെയാണ് നമ്മൾ സോഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ട്, ഓരോരോ തീരുമാനങ്ങളുണ്ട് അല്ലെ. പക്ഷെ അതിനപ്പുറം പലരും സമൂഹത്തിന് അനുയോജ്യമായിട്ടാണ് നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കുന്നതും പല ഇഷ്ടങ്ങളെ നമ്മൾ തീരുമാനിക്കുന്നതും. ഇപ്പൊ ഒരു ജോബ് ഇന്റർവ്യൂവിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഓരോരുത്തരും സ്വന്തം ഇഷ്ടപ്രകാരം ഡ്രസ്സ് ചെയ്യുന്നവരാണ്. പക്ഷെ ഇന്റർവ്യൂ ഹാളിൽ എത്തിയാൽ എല്ലാവരും ഒരുപോലെയുള്ള ഡ്രസ്സ് ഇടുവോ? എന്തുകൊണ്ടാണ്? കാരണം മറ്റുള്ളവരെ കണ്ട നമ്മൾ അവരെ പോലെ പെരുമാറാൻ ശ്രമിക്കും. ഇപ്പൊ ഇന്റർവ്യൂവിന്, കല്യാണത്തിന് പോണ പോലെ ആരെങ്കിലും ഇന്റർവ്യൂവിന് പോവോ? ഇല്ല. കല്യാണത്തിന് പോണ പോലെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോവോ? ഇനി അഥവാ പോയാൽ, അല്ലെങ്കിൽ കല്യാണത്തിന് പോണ പോലെ ആരെങ്കിലും മരണ വീട്ടിൽ പോയാൽ അത് മതി ആൾക്കാര് നമ്മളെ വിലയിരുത്താൻ അല്ലേ. കണ്ടില്ലേ, കല്യാണത്തിന് വന്നാൽ മതി അണിഞ്ഞൊരുങ്ങി വന്നിരിക്കണ് മരണ വീട്ടിക്ക് പോകുമ്പം അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട് അല്ലേ. ആ ഒരു അച്ചടക്കും ചിട്ടും വേറെ ഉണ്ട്. കല്യാണത്തിന് പോകുമ്പോൾ വേറൊരു അടിപൊളി ലോകമുണ്ട്. ഇത് രണ്ടും ആരാണ്? നമ്മൾ തന്നെയാണ്. പക്ഷെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ നമ്മളെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണോ? അപ്പം സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് അനുഭവിക്കുന്നത്, എങ്ങനെയാണ് പെരുമാറുന്നത്, കൂടാതെ മറ്റുള്ളവരുടെ സാന്നിധ്യം എങ്ങനെയാണ് നമ്മളുടെ ചിന്തകളെ സ്വാധീനിക്കുന്നത്, അതുപോലെ നമ്മുടെ വികാരങ്ങളെ സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് നമ്മളെ പെരുമാറ്റങ്ങളെ മാറ്റുന്നത്. ഇതാണ് സോഷ്യൽ സൈക്കോളജിയിൽ പറയുന്നത്. ഇതെല്ലാം സയന്റിഫിക് ആയിട്ട് പഠിക്കുന്ന രൂപമാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഏതാണ്ട് സോഷ്യൽ സൈക്കോളജിയെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയാലോ? അപ്പൊ ഇനി എന്ത് വന്നാലും സോഷ്യൽ സൈക്കോളജി എന്താന്ന് മനസ്സിലായി. അപ്പൊ ഇനി നമ്മുടേതായിട്ടുള്ള ഓൺ വേർഡ്സിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് ആവണം കേട്ടോ. ആദ്യം ഏത് ക്വസ്റ്റ്യൻ വന്നാലും സോഷ്യൽ സൈക്കോളജി എന്താണെന്നുള്ളതാണ് കറക്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇപ്പൊ ക്ലാസ്സിൽ നമ്മൾ ഒറ്റക്ക് സംസാരിക്കുമ്പോൾ ഒക്കെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പേടി വരും. കാരണം എന്താണ്? മറ്റുള്ളവരുടെ പ്രസൻസ് ആണ് അല്ലെ. അപ്പം നാച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജിക്ക് ഒരു നാച്ചർ ഉണ്ട്. സോഷ്യൽ സൈക്കോളജിക്ക് 3 പ്രധാനപ്പെട്ട സ്വഭാവങ്ങളാണുള്ളത്, നാച്ചേഴ്സ് ആണുള്ളത്. ഒന്ന് എന്താണ്? സോഷ്യൽ സൈക്കോളജി ഒരു സയൻസ് ആണ് എന്നുള്ളതാണ്. അതായത് വെറും ഒരു അഭിപ്രായമല്ല, കേൾവിയല്ല, പിന്നെന്താണ്? ഒബ്സർവ് ചെയ്ത്, എക്സ്പെരിമെന്റ് ചെയ്ത്, മെഷർമെന്റ് ഉപയോഗിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ് സോഷ്യൽ സൈക്കോളജി. എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് പറയുന്നതല്ല സോഷ്യൽ സൈക്കോളജി. അത് ടെസ്റ്റ് ചെയ്ത് തെളിയിച്ചിട്ടാണ് സോഷ്യൽ സൈക്കോളജി വരുന്നത്. സയൻസ് ചെയ്യുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡിസ്ക്രൈബ് ചെയ്യും, എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. എക്സ്പ്ലെയിൻ ചെയ്യും, എന്തുകൊണ്ടാണ് അങ്ങനെ നടന്നത് എന്നുള്ളത്. പ്രെഡിക്റ്റ് ചെയ്യും, ഇനിയും ഇങ്ങനെ നടക്കുമോ എന്നുള്ളത്. അപ്പൊ ഇത് 3 ഉണ്ടെങ്കിലാണ് അത് സയൻസ് ആവുന്നത്. അപ്പൊ സോഷ്യൽ സൈക്കോളജിയിൽ ഇത് 3 ഉണ്ട്. രണ്ടാമത്തത് തോട്ട്, ഫീലിംഗ്, ബിഹേവിയർ പഠിക്കുന്നു. സോഷ്യൽ സൈക്കോളജിയിൽ എന്താ നമ്മൾ പഠിക്കുന്നത്? നമ്മുടെ ചിന്തകളാണ്. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ എന്താണ് കരുതുന്നത്. ഫീലിങ്സ് ആണ് നമ്മുടെ ഇഷ്ടം, ദേഷ്യം, പേടി, ഇങ്ങനെയുള്ള വികാരങ്ങൾ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ, മറ്റുള്ളവരെ കുറിച്ച് എങ്ങനെയാണ്. ബിഹേവിയർ, നമ്മളെ സഹായിക്കൽ, ആക്രമണം, സഹകരണം, ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ബിഹേവിയർ. നമ്മളെ ചില ആളുകൾ ഭയങ്കര അഗ്രസീവ് ആയിട്ടായിരിക്കും പെരുമാറുക, ചില ആളുകൾ ഭയങ്കര ജോയ്ഫുൾ ആയിട്ടായിരിക്കും, ചില ആൾക്കാർ എപ്പോഴും ദുഃഖിതരായിരിക്കും. ഇതാണ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ചിന്ത, വികാരം, പെരുമാറ്റം ഇതൊക്കെ എന്ത് വേണം? സോഷ്യലായിട്ടാണ് നടക്കുന്നത്. സോഷ്യൽ കോണ്ടെസ്റ്റിൽ ബിഹേവിയർ പഠിക്കുന്നത് എങ്ങനെ? നമ്മൾ ഒറ്റക്കല്ല പെരുമാറുന്നത്. പിന്നെന്താ? മറ്റുള്ളവരുടെ സാന്നിധ്യം നമ്മളെ മാറ്റുകയാണ്. അത് നേരിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വെറും ഇമേജിൻഡ് പേഴ്സൺസ് ആയിട്ടാലും മതി. അപ്പൊ ആരും ഇല്ലെങ്കിലും ആളുകൾ എന്നെ നോക്കുന്നു എന്ന് തോന്നിയാൽ നമ്മളെ പെരുമാറ്റം മാറും. ഇപ്പൊ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന മാതിരി ആവില്ല നമ്മൾ പുറത്തു പോയാല്. അപ്പൊ ഞാൻ എൻ്റെ മക്കളോട് വീട്ടിൽ നിന്ന് പെരുമാറുന്ന പോലെ ആവില്ല ചിലപ്പം പുറത്തുനിന്ന് പെരുമാറുക. കാരണം മറ്റുള്ളവർ എന്നെ നോക്കുന്നു. വീട്ടിൽ നിന്ന് ചിലപ്പോൾ അവരെ പിടിച്ച് തൂക്കിയിട്ട് തല്ലിയാലും പുറത്തുനിന്ന് നമ്മൾ തല്ലാൻ പേടിക്കും. കാരണം എന്താ? പേടിയല്ല, അതൊരു ഇതാണ്. ആളുകളുടെ മുന്നിൽ നമ്മളെപ്പോഴും നമ്മുടെ ബെസ്റ്റ് മാത്രമേ കാണിക്കുക, ആ ഒരു ഇതാണ്.
അതിനെയാണ് സോഷ്യൽ കോണ്ടസ്റ്റ് എന്ന് പറയുന്നത്. സോഷ്യൽ കോണ്ടസ്റ്റിൽ ബിഹേവിയർ പഠിക്കുന്നു എന്ന് പറയുന്നത്. കർട്ട് ലെവിൻ എന്താണ് പറഞ്ഞത്? ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പേഴ്സൺ പ്ലസ് എക്സ്പെരിമെന്റ് ആണെന്നാണ്, എൻവയോൺമെന്റ് ആണെന്നാണ്. അതായത് ഒരാളുടെ സ്വഭാവം എന്ന് പറയുന്നത് അവൻ ജീവിക്കുന്ന സാഹചര്യവും അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ ജനറ്റിക് ആയിട്ടുള്ള സ്വഭാവം രണ്ടും കൂടി ചേർന്നതാണ് ഒരാളുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു നല്ല ആളും മോശം സാഹചര്യം വന്നാൽ വ്യത്യസ്തമായിട്ട് പെരുമാറും. ഇനി സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി പറയേണ്ടത് നാച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജിയും സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോഷ്യൽ സൈക്കോളജി ഫസ്റ്റ് യൂണിറ്റേ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സോഷ്യൽ സൈക്കോളജി എന്ന് അറിയണമെങ്കിൽ ഈ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ മുഴുവനായിട്ട് പഠിക്കണം. അപ്പോൾ സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ പഠിക്കുന്ന, അതായത് ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഇഷ്ടം, നമ്മുടെ ദേഷ്യം, നമ്മുടെ അഭിപ്രായം, ആറ്റിറ്റ്യൂഡ് എങ്ങനെ രൂപപ്പെടുന്നു, എങ്ങനെ മാറുന്നു, ഇതാണ് ആറ്റിറ്റ്യൂഡ്. സോഷ്യൽ കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ എങ്ങനെ മനസ്സിലാക്കുന്നു, സ്റ്റീരിയോടൈപ്പ്, പ്രിജൂഡിയസ്. സോഷ്യൽ ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു, നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ്. പ്രോ സോഷ്യൽ ആൻഡ് ആന്റി സോഷ്യൽ ബിഹേവിയർ പറഞ്ഞാൽ സഹായിക്കുക, സ്നേഹം, അഗ്രഷൻ, ഹോസ്റ്റാലിറ്റി, ഇതൊക്കെയാണ്. ഗ്രൂപ്പ് ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ പറഞ്ഞാൽ ഗ്രൂപ്പിലെ ആളുകൾ എങ്ങനെ പെരുമാറുന്നു, നമ്മുടെ ലീഡർഷിപ്പ്, ഗ്രൂപ്പ് പ്രഷർ, ഡിസിഷൻ മേക്കിംഗ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ സോഷ്യലി മനുഷ്യൻ ചെയ്യുന്നതെല്ലാം സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കുന്നു എന്നാണ്. ഇനി ഇതിനൊരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഉണ്ട്. ആദ്യം ഇത് ഫിലോസഫിക്കൽ തിങ്കിങ് ആയിരുന്നു, പിന്നീടാണ് ഇത് സയന്റിഫിക് പഠനമായിട്ട് മാറിയത്. മുമ്പ് കാലങ്ങളിൽ ജർമ്മനിയിൽ കളക്റ്റീവ് മൈൻഡ് കോൺസെപ്റ്റ് ആയിരുന്നു. ആദ്യം 1908 ഒരു ടെക്സ്റ്റ് ബുക്ക് ഇറങ്ങുന്നത്, എക്സ്പെരിമെന്റ് തുടങ്ങുന്നത്. പിന്നെ നോർമൻ ട്രിപ്ലറ്റ് ആളുകൾ മറ്റുള്ളവരുണ്ടെങ്കിൽ കൂടുതൽ എഫേർട്ട് ഇടുന്നു എന്ന് തെളിയിച്ചു. പിന്നെ എന്താണ്, കർട്ട് ലെവിൻ ഫാദർ ഓഫ് സോഷ്യൽ സൈക്കോളജിയാണ് കർട്ട് ലെവിന്. അദ്ദേഹം എന്ത് ചെയ്തു? പിന്നെന്താണ്, ഫെസ്റ്റിനർ എന്ന് പറഞ്ഞാൽ കൊഗ്നേറ്റീവ് ഡിസോണേഴ്സ് ആണ്. ആസ് കൺഫോമിറ്റി ആണ്. മിൽഗ്രം എന്ന് പറഞ്ഞാൽ ഒബീഡിയൻസ് ആണ്. അപ്പം ഹെൽപ്പിംഗ് ബിഹേവിയറും അഗ്രഷനും ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിങ്ങും പ്രിജൂഡിയസ് ആൻഡ് ഡിസ്ക്രിമിനേഷനും. ഞാൻ അങ്ങനെ പറയുന്നതിനെക്കാട്ടും നമുക്ക് വേറൊരു കാലത്ത് ഈ ഹിസ്റ്ററിനെ കുറിച്ച് ഒന്നും കൂടെ ഓർത്തിരിക്കാൻ പറ്റിയൊരു നല്ല രീതിയിൽ പറഞ്ഞുതരാം. പണ്ട് കാലത്ത് മനുഷ്യർ കൂട്ടമായിട്ടാണ് ജീവിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവർക്കൊരു സംശയം വന്നു, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ്, പക്ഷെ കൂട്ടത്തിലിരിക്കുമ്പോൾ ഞാൻ മാറുന്നത് എന്തുകൊണ്ടാണ്? ഇതായിരുന്നു സോഷ്യൽ സൈക്കോളജിയുടെ ആദ്യ വിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഫിലോസഫി ടൈമിൽ ഇതൊരു സയൻസ് ആയിരുന്നില്ല. അന്ന് ചിന്തകരും, അതായത് ഫിലോസഫീസേഴ്സും ഇവരിങ്ങനെ ചോദിച്ചു, നമ്മുടെ സമൂഹം മനുഷ്യനെ മാറ്റുന്നുണ്ടോ അതോ മനുഷ്യൻ സമൂഹത്തെയാണോ മാറ്റുന്നത് എന്നുള്ളത്. അങ്ങനെ ജർമ്മനിയിൽ ചില ഫിലോസഫികൾ പറഞ്ഞു, സമൂഹത്തിനൊരു കളക്റ്റീവ് മൈൻഡ് ഉണ്ട്, പക്ഷേ അതിന് തെളിവില്ല, പരീക്ഷണമില്ല, എക്സ്പെരിമെന്റും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു കഥ മാത്രമായിരുന്നു, സയൻസ് അല്ലായിരുന്നു. അങ്ങനെയാണ് രണ്ടാം ഘട്ടം വരുന്നത്, സയൻസിന്റെ എൻട്രി വരുന്നത്. 1879 ലൈപ്സിഗ് ഒരു മനുഷ്യൻ രംഗത്തിറങ്ങി, വിലം വുണ്ടന്റ്. അദ്ദേഹം പറഞ്ഞു, മനസ്സിനെ സയൻസായി പഠിക്കണം. ആദ്യം സൈക്കോളജി ലാബ് തുറന്നു, ഇതോടെ സൈക്കോളജി സയൻസായി. മൂന്നാമത്തെ രംഗം എന്ന് പറഞ്ഞത് ഒരു സൈക്കിൾ പരീക്ഷണമാണ്. 1898 ഒരു സാധാരണ സംഭവം. നോർമൻ ട്രിപ്ലറ്റ് ശ്രദ്ധിച്ചു, കുട്ടികൾ ഒറ്റയ്ക്ക് സൈക്കിൾ ഓടിക്കുമ്പോൾ സ്ലോ ആണ്, മറ്റുള്ളവർ കൂടെ ഉണ്ടെങ്കിൽ ഫാസ്റ്റ് ആണ്. അദ്ദേഹം ചോദിച്ചു, മറ്റുള്ളവരുടെ സാന്നിധ്യം എഫേർട്ട് കൂട്ടുമോ? പരീക്ഷണം നടത്തി. അതെ, ഇതാണ് സോഷ്യൽ സൈക്കോളജിയിലെ ആദ്യ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞത്. നാലാമത്തെ ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പുസ്തകം ഇറക്കായിരുന്നു. 1908 ഇത് നടന്നത്. 2 പേർ രംഗത്തിറങ്ങി, മക്ഡോഫലും ബ്രിട്ടനിലും റോസ് USA-ലും. ഇവർ സോഷ്യൽ സൈക്കോളജി എന്ന പേരിൽ ആദ്യ പുസ്തകങ്ങൾ എഴുതി. പക്ഷേ ഇത് ഇൻസ്റ്റിങ്സും ഇമോഷൻസും ഇതൊക്കെ ആയിരുന്നു ഫോക്കസ്. ഇന്നത്തെ സോഷ്യൽ സൈക്കോളജി പോലെ അല്ലായിരുന്നു. അങ്ങനെ 5ാം ഘട്ടം എത്തുമ്പോൾ സയൻസ് ആകണമെന്ന ഇത് വളരെ ശക്തമായിട്ട് വന്നു. അങ്ങനെ ഒരു മനുഷ്യൻ പറഞ്ഞു, ഇങ്ങനെ ഒരു തിയറി പറഞ്ഞാൽ പോരാ, എക്സ്പെരിമെന്റ് വേണം. അങ്ങനെ ഫ്ലോയ്ഡ് ആൾപോർട്ട് അദ്ദേഹം പറഞ്ഞു, സോഷ്യൽ സൈക്കോളജി എക്സ്പെരിമെന്റൽ സയൻസ് ആയിരിക്കണം. പിന്നെ ലാബ് സ്റ്റഡീസ്, കൺട്രോൾഡ് എക്സ്പെരിമെന്റ്സ് എല്ലാം വന്നു. അങ്ങനെ 6ാമത്തെ യുഗമെത്തിയപ്പോൾ മനുഷ്യൻ സമ്മർദ്ദത്തിന് കീഴടങ്ങി. 1930-40കളിൽ ലോകം വേൾഡ് വാർ, ഡിക്റ്റർഷിപ്പ്, വയലൻസ് ഇങ്ങനെ വന്നപ്പം എന്തുകൊണ്ട് ആളുകൾ കൂട്ടത്തോടെ അനുസരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം വന്നു. അങ്ങനെ ഷെരീഫ് ഗ്രൂപ്പ് പ്രഷർ സ്റ്റഡി നടത്തി. ആസ്ക്, എല്ലാവരും തെറ്റാണെന്ന് പറഞ്ഞാലും ഒരാൾ അതേ തെറ്റ് പറയുമോ? ഉത്തരം അതേന്നായിരുന്നു. അങ്ങനെ മിൽഗ്രിം ഒരു ഷോക്കിംഗ് ചോദ്യം ചോദിച്ചു, അതോറിറ്റി പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കുമോ? ആളുകൾ ഒബീഡിയൻസ് കാണിച്ചു, ലോകം ഞെട്ടി. അങ്ങനെയാണ് 7ാമത്തേത് കർട്ട് ലെവിന്റെ എൻട്രി വരുന്നത്. അദ്ദേഹമാണ് ഹീറോ എൻട്രി വേണമെങ്കിൽ എന്ന് പറയാം, ഈ കഥയുടെ ഹീറോ. കർട്ട് ലെവിൻ പറഞ്ഞു, ബിഹേവിയർ ഒരു കാരണത്താൽ മാത്രം അല്ല, പേഴ്സണും സിറ്റുവേഷനും ചേർന്നതാണ്. അതായത് B=F × PE. ഇതോടെ സോഷ്യൽ സൈക്കോളജി ശരിക്കും ഒരു സയൻസായി.
അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഫാദർ ഓഫ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. അങ്ങനെ 8ാം ഘട്ടത്തിൽ മനസ്സിന്റെ ഉള്ളിലെ സംഘർഷം ലിയോൺ ഫെസ്റ്റിഗർ അദ്ദേഹം ചോദിച്ചു, ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ ചെയ്യുന്നതും കാര്യമായത് കോൺഫ്ലിക്റ്റ് വന്നാൽ എന്തു ചെയ്യും? അങ്ങനെ കൊഗ്നേറ്റീവ് ഡിസോണേഴ്സ് തിയറി വന്നു, മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്ന ഡ്രാമ. അങ്ങനെ 9ാമത്തെ രീതിയിൽ ഇത് ഫോക്കസ് മാറി. ആറ്റിറ്റ്യൂഡും പ്രിജുഡ്യൂസും സ്റ്റീരിയോടൈപ്പും ഹെൽപ്പിംഗ് ബിഹേവിയർ, അഗ്രഷൻ, ഗ്രൂപ്പ് ഡിസിഷൻ, ഇതൊക്കെ സോഷ്യൽ സൈക്കോളജിയെ വളരെയേറെ എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെ ബ്രെയിൻ മീറ്റ് സൊസൈറ്റി വന്നു, മോഡേൺ എറ, ടെക്നോളജി വന്നു, ബ്രെയിൻ സോഷ്യൽ ബിഹേവിയറിനെ എങ്ങനെ നിയന്ത്രിക്കുന്നു, സോഷ്യൽ ന്യൂറോ സയൻസ് പിറന്നു, ബ്രെയിൻ സ്കാൻ, കോഗ്നിഷൻ, ഡിസിഷൻ മേക്കിംഗ് എറേഴ്സ്, മനുഷ്യൻ പെർഫെക്റ്റ് തിങ്കേഴ്സ് എല്ലാം എന്ന് തെളിഞ്ഞു. അങ്ങനെ ഇന്ത്യൻ അംഗം നമ്മുടെ കഥ തുടങ്ങാണ്. 1928 നരേന്ദ്രനാഥ് സംഘപുത്ത ഇന്ത്യയിലെ ആദ്യ സോഷ്യൽ സൈക്കോളജി പുസ്തകമെഴുതി. അങ്ങനെ 1936 ബീഹാർ എർത്തുകൊക്ക് നടന്നു. ജമുന പ്രസാദ് ആളുകൾ പറഞ്ഞ റൂമേഴ്സ് പഠിച്ചു. ഇത് ഫെസ്റ്റിംഗറിന്റെ തിയറിക്ക് ബേസായി. പിന്നീട് കാസ്റ്റ്, പ്രിജുഡിയസ്, ആറ്റിറ്റ്യൂഡ്, ലീഡർഷിപ്പ്, അച്ചീവ്മെന്റ്, മോട്ടിവേഷൻ, ഇന്ത്യൻ സൊസൈറ്റിയെ കേന്ദ്രീകരിച്ചുള്ള പഠനമായിരുന്നു. അങ്ങനെ ഇന്ന് സോഷ്യൽ സൈക്കോളജി പഠിക്കുന്ന ഹെൽത്ത്, ഹാപ്പിനെസ്, കൾച്ചർ, ഐഡന്റിറ്റി, ബ്രെയിൻ പ്ലസ് ബിഹേവിയർ, സൊസൈറ്റി പ്ലസ് സെൽഫ്, മനുഷ്യനെ മുഴുവൻ പഠിക്കുന്ന രൂപത്തിൽ മതി. അങ്ങനെ സോഷ്യൽ സൈക്കോളജി മനുഷ്യൻ സമൂഹത്തിനുള്ള എങ്ങനെ മാറുന്നു, എന്തുകൊണ്ട് മാറുന്നു എന്നത് കണ്ടെത്താൻ മനുഷ്യൻ നടത്തുന്ന നീണ്ടൊരു യാത്രയാണെന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ. ക്ലിയർ ആണോ? ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. സോഷ്യൽ സൈക്കോളജി ഇന്ത്യയിലും ഇതിന്റെ ഹിസ്റ്ററി ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് ഫസ്റ്റ് യൂണിറ്റിൽ നല്ലാണ്ടോ. ഫസ്റ്റ് യൂണിറ്റിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് നന്നാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 മാർക്ക് ഷുവറാണ് കേട്ടോ. അപ്പം അടുത്ത യൂണിറ്റിലോട്ട് കിടക്കുമ്പോൾ എന്താണ്, തിയറീസ് ഓഫ് സോഷ്യൽ സൈക്കോളജിയാണ്. അപ്പോൾ 2ാം യൂണിറ്റിലേക്ക് കിടക്കുമ്പോഴും ആദ്യം നമ്മൾ അറിയേണ്ടത് സോഷ്യൽ സൈക്കോളജി എന്താണെന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ മറ്റുള്ളവരുടെ കൂടെ ജീവിക്കുമ്പോൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ ഫീൽ ചെയ്യുന്നു, എങ്ങനെ പെരുമാറുന്നു, എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു എന്നത് പഠിക്കുന്ന സയൻസ് ആണ് സോഷ്യൽ സൈക്കോളജി. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് പേടിയില്ല, പക്ഷെ 100 പേര് നോക്കി നിൽക്കുമ്പോൾ നമുക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട് അല്ലെ? ഇതാണ് സോഷ്യൽ സൈക്കോളജി ചോദിക്കുന്ന ചോദ്യം. സോഷ്യൽ സൈക്കോളജി മറ്റ് സബ്ജക്റ്റുകൾ നോക്കുമ്പോൾ സോഷ്യൽ സൈക്കോളജി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല. ഇത് പല സബ്ജക്റ്റുകളുമായി ഹാൻഡ് ഇൻ ഹാൻഡ് ആണ്. ആന്ത്രോപോളജി മനുഷ്യരുടെ സംസ്കാരമാണ് പഠിക്കുന്നത്. ഇന്ത്യൻ എൽഡേഴ്സിനെ ആദരിക്കണം. വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഫസ്റ്റ് നെയിം വിളിക്കുന്നു. നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നത് നമ്മുടെ കൾച്ചറിന്റെ എഫക്റ്റ് ആണ്. അതുകൊണ്ട് സോഷ്യൽ സൈക്കോളജി കൾച്ചർ മനസ്സിലാക്കാതെ മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റില്ല. 2ാമത്തത് എക്കണോമിക്സ് ആണ്. നമ്മുടെ സാധനങ്ങൾ ഉണ്ടാക്കല്, വിൽക്കല്, വാങ്ങല്. സോഷ്യൽ സൈക്കോളജി ചോദിക്കുന്നു, ഒരാൾ എന്തുകൊണ്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങി, എന്തുകൊണ്ട് റിലേഷൻഷിപ്പിൽ തുടരുന്നു. സോഷ്യൽ എക്സ്ചേഞ്ച് തിയറി ഇവിടെ വരുന്നതാണ്. ഒരു ഫ്രണ്ട്ഷിപ്പിൽ റെസ്പെക്റ്റും സപ്പോർട്ടും ഉണ്ടെങ്കിൽ റിവാർഡ് ഉണ്ട്. ഇൻസൾട്ടും പെയിനും ആണെങ്കിൽ കോസ്റ്റ് ആണ്. റിവാർഡാണ് കോസ്റ്റിനേക്കാൾ കൂടുതലെങ്കിൽ റിലേഷൻഷിപ്പ് തുടരുന്നതാണ്. പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട് സോഷ്യൽ സൈക്കോളജിയിൽ. ഗവൺമെന്റും ഇലക്ഷനും ലീഡർഷിപ്പും സോഷ്യൽ സൈക്കോളജിസ്റ്റ് പഠിക്കുന്നുണ്ട്. ആളുകൾ വോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ട്, നല്ല ലീഡറിന് എന്ത് ക്വാളിറ്റി, പൊളിറ്റിക്കൽ ആക്ട്സ് നമ്മളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുപോലെ സോഷ്യൽ സൈക്കോളജി ഉണ്ട്, സോഷ്യോളജി ഉണ്ട്. സോഷ്യോളജിയും സോഷ്യൽ സൈക്കോളജി എന്താണ്? സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് മുഴുവനായിട്ടാണ് പഠിക്കുന്നത്. സോഷ്യൽ സൈക്കോളജി പറഞ്ഞാൽ ഗ്രൂപ്പിലുള്ള ഒറ്റ വ്യക്തിയെയാണ് പഠിക്കുന്നത്. അപ്പോൾ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഈ കാസ്റ്റ് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണെങ്കിൽ, സോഷ്യൽ സൈക്കോളജിയിൽ ഈ കാസ്റ്റ് സിസ്റ്റം ഒരാളെ മെന്റലി എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നാണ് പഠിക്കുക. സൈക്കോളജിയുടെ മറ്റ് ബ്രാഞ്ചുകളാണ് ഒന്ന് ബയോളജിക്കൽ സൈക്കോളജി. അതിൽ നമ്മൾ ബ്രെയിന്, ഹോർമോൺ, നെർവ് സിസ്റ്റം അതിനെക്കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. ഇന്ന് സോഷ്യൽ സൈക്കോളജി ചോദിക്കുന്നു, ബ്രെയിൻ ചേഞ്ച് ആണോ ബിഹേവിയർ ചേഞ്ച് ആവുന്നത്, സ്ട്രെസ് ബ്രെയിനിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു. സോഷ്യൽ ന്യൂറോ സയൻസ് ഇവിടെ വന്നു. 2ാമത്തെ ക്ലിനിക്കൽ സൈക്കോളജിയാണ്. അതായത് അബ്നോർമൽ ബിഹേവിയർ, നോർമൽ ബിഹേവിയർ. ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ബിഹേവിയർ, സോഷ്യൽ പറഞ്ഞാൽ നോർമൽ ബിഹേവിയർ. ഇപ്പൊ ഡിപ്രഷൻ ഉള്ള ഒരാൾ സൊസൈറ്റിയുടെ റിജക്ഷൻ കാരണം സെൽഫ് എസ്റ്റീം കുറഞ്ഞു. സോഷ്യൽ സൈക്കോളജി പരമായി നോക്കുകയാണെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിനെ ഹെൽപ്പ് ചെയ്യുന്നു. കൊഗ്നേറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ, കൊഗ്നേറ്റീവ് എന്ന് പറഞ്ഞാൽ തിങ്കിങ്. സോഷ്യൽ സൈക്കോളജി ചോദിക്കുന്നു, മറ്റുള്ളവരെ പറ്റി നമ്മൾ എങ്ങനെ തിങ്ക് ചെയ്യുന്നു. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നവരെ അത് എങ്ങനെ ഫോം ചെയ്യുന്നു. മെമ്മറി, പെർസെപ്ഷൻ, ജഡ്ജ്മെന്റ് എല്ലാം ഇങ്ങനെ വരുന്നു. ഡെവലപ്മെന്റൽ സൈക്കോളജി, കുഞ്ഞിൽ നിന്ന് വൃദ്ധരാവുന്നത് വരെ ബിഹേവിയറിൽ മാറ്റം വരും. സോഷ്യൽ സൈക്കോളജി നോക്കുന്നത് കുട്ടികൾ ഷെയറിംഗ് എപ്പോൾ പഠിക്കുന്നു, എഗ്രഷൻ എപ്പോൾ തുടങ്ങുന്നു. അതുപോലെ പേഴ്സണാലിറ്റി സൈക്കോളജി, ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ഷൈ, ബോൾഡ്. സോഷ്യൽ സൈക്കോളജി ചോദിക്കുന്നു, സിറ്റുവേഷൻ ആണ് ബിഹേവിയർ ഡിസൈഡ് ചെയ്യുന്നതോ അതോ പേഴ്സണാലിറ്റി ആണോ. ഇന്ന് രണ്ടും ഇമ്പോർട്ടൻ്റ് എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഇനി ലെവൽ ഓഫ് അനാലിസിസ് ബിഹേവിയർ എവിടെ നിന്നാണ് വരുന്നത്? ഇൻഡിവിജ്വൽ ലെവല്, ഒറ്റ വ്യക്തിയിൽ നിന്ന് അവരുടെ വാല്യൂ,
അവരുടെ ആറ്റിറ്റ്യൂഡ്, തിങ്കിങ്. ഇപ്പോൾ ഒരാൾ അഗ്രസീവ് ആകുന്നത് അവൻ്റെ വിശ്വാസം കൊണ്ട്, അല്ലെങ്കിൽ അവൻ്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ട്, അല്ലെങ്കിൽ അവൻ്റെ ദേഷ്യത്തിൻ്റെ ലെവൽ കൊണ്ടാണ്. ഇന്റർപേഴ്സണൽ ലെവല്, പെർസ്യൂഷൻ, ഹെൽപ്പിംഗ്, കോമ്പറ്റീഷൻ, അഗ്രഷൻ. ഫ്രണ്ട്സ് പറഞ്ഞത് കേട്ട് പ്രൊഡക്റ്റ് വാങ്ങുന്നു. ടീച്ചറിന്റെ സ്കോൾഡ് പേടിച്ച് സ്റ്റുഡന്റ് സൈലന്റ് ആവുന്നു. ഇങ്ങനെയുള്ളത്. ഇൻഡിവിജ്വലും ഗ്രൂപ്പും, ഗ്രൂപ്പ് റൂൾസ്, നോംസ്, കോൺഫോമിറ്റി. ക്ലാസ് സൈലന്റ് ആണെങ്കിൽ നീയും സൈലന്റ്. ഫാമിലി ബിലീവ് ആണെങ്കിൽ നമ്മളും ബിലീവ്. ഗ്രൂപ്പ് നമ്മളെ ഷേപ്പ് ചെയ്യുന്നു, നമ്മൾ ഗ്രൂപ്പിനെയും ചേഞ്ച് ചെയ്യുന്നു. ഗ്രൂപ്പ്, കാസ്റ്റ് വേഴ്സസ് കാസ്റ്റ്, റിലീജിയൻ വേഴ്സസ് റിലീജിയൻ, നാഷൻ വേഴ്സസ് നാഷൻ. അതായത് ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റും പ്രിജുഡിയസും ഡിസ്ക്രിമിനേഷനും ഒക്കെ ഇതിനൊരു ഉദാഹരണമാണ്. ഇനി തിയറീസ്, മനുഷ്യൻ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു. ലേണിംഗ് തിയറി പഠിച്ചത് എന്തുകൊണ്ട്. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ വരുന്നു, പേടി വരുന്നു, ഫിയർ വരുന്നു. ലേറ്റർ ഹോസ്പിറ്റലിന്റെ പേര് കേട്ടാൽ തന്നെ നമുക്ക് പേടി വരുന്നു. റീഎൻഫോഴ്സ്മെന്റ്, റിവാർഡ് കിട്ടിയാൽ റിപ്പീറ്റ് ചെയ്യുന്നു, പണിഷ്മെന്റ് കിട്ടിയാൽ സ്റ്റോപ്പ് ചെയ്യുന്നു. ഒബ്സർവേഷണൽ ലേണിംഗ്, കണ്ടിട്ട് പഠിക്കുന്നു. ഇപ്പൊ കുട്ടി പാരന്റിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. TV വയലൻസ്, അഗ്രഷൻ ഉണ്ടാക്കുന്നു. സോഷ്യൽ എക്സ്ചേഞ്ച് തിയറി, റിവാർഡ് കൂടുതൽ കിട്ടിയാൽ കോസ്റ്റ് കുറയും, റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യും. റെസ്പെക്റ്റും ലവും കെയറുമാണ് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കുന്നത്. ഇൻസൾട്ടും വേദനകളുമാണ് ബ്രേക്ക് ആക്കുന്നത്. ലേണിംഗ് തിയറിയുടെ ലിമിറ്റേഷൻസ് എന്താണ്? ക്രിയേറ്റീവ് എക്സ്പ്ലെയിൻ ചെയ്യില്ല, സാക്രിഫൈസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട്. കൊഗ്നേറ്റീവ് തിയറി എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസും തിങ്കിങ്ങും ബിഹേവിയറും. മനുഷ്യൻ റോബോട്ടല്ല, ആക്റ്റീവ്ലി തിങ്കിങ് ചെയ്യുന്നു എന്നാണ്. സ്കീമ എന്ന് പറഞ്ഞാൽ മൈൻഡിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇപ്പോൾ ടീച്ചർ സ്കീമ, പോലീസ് സ്കീം ഉപയോഗിച്ച് നമ്മൾ ക്വിക്കലി ജഡ്ജ് ചെയ്യുന്നു. കൊഗ്നേറ്റീവ് കൺസിസ്റ്റൻസി, മൈൻഡ് കൺസിസ്റ്റൻസി ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ സ്മോക്കിംഗ് ബാഡ്, സ്റ്റിൽ സ്മോക്കിംഗ്. ഡിസ്കംഫർട്ട് വന്നാൽ നമ്മുടെ വിശ്വാസം മാറ്റുക, അങ്ങനെയുള്ള. കൊഗ്നേറ്റീവ് തിയറിയിലെ ലിമിറ്റേഷൻ ആണ് മൈൻഡ് ഡയറക്റ്റ്ലി കാണാൻ പറ്റില്ല, ഓവർ സിംപ്ലിഫൈ ചെയ്യുന്നു എന്നാണ്. റിസർച്ച് മെത്തേഡ് എങ്ങനെയാണ്? ഒബ്സർവേഷൻ ആണ് ഒന്ന്. നാച്ചുറൽ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുക. പാർട്ടിസിപ്പൻസ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ ചേഞ്ച് ചെയ്ത് ഒബ്സർവ് ചെയ്യുക. നോൺ പാർട്ടിസിപ്പന്റ് പറഞ്ഞാൽ ദൂരെ നിന്ന് ഒബ്സർവ് ചെയ്യുക. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ബിഹേവിയർ കിട്ടും. പക്ഷെ ലിമിറ്റേഷൻസ് ഉണ്ട്. പാസ്റ്റ് ബിഹേവിയർ അറിയില്ല, പ്രൈവറ്റ് ബിഹേവിയർ അറിയില്ല, തോട്ട് മെഷർ ചെയ്യാൻ പറ്റൂല. പിന്നെ എക്സ്പെരിമെന്റ്, കോസ് ആൻഡ് എഫക്റ്റ് പ്രൂവ് ചെയ്യാൻ ബെസ്റ്റ് ആണ്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ പറഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യുന്ന കാര്യമാണ്. ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ റിസൾട്ട് ആണ് സ്കോൾഡിംഗ് പെർഫോമൻസ് എന്നുള്ളത്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലാബ് എക്സ്പെരിമെന്റ്, ഫീൽഡ് എക്സ്പെരിമെന്റ്, കോസി എക്സ്പെരിമെന്റ് ഉണ്ട്. ഇതിൽ എത്തിക്സ് ഉണ്ട്. നമ്മൾ കൺസെന്റിനെ ഇൻഫോം ചെയ്യണം. നമ്മൾ നന്നായിട്ട് ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുക്കണം. സേഫ്റ്റി ആയിരിക്കണം. ഡിസെപ്ഷൻ ഉണ്ടാവാൻ പാടില്ല. കോൺഫിഡൻഷ്യാലിറ്റി ആയിരിക്കണം. അപ്പോൾ സോഷ്യൽ സൈക്കോളജി മനുഷ്യൻ മറ്റുള്ളവരോടൊപ്പം ജീവിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാക്കാൻ സയൻസ് ഉപയോഗിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളത്. തേർഡ് യൂണിറ്റിലോട്ട് കിടക്കുമ്പോൾ എന്താണ്, നമ്മുടെ ബ്ലോക്ക് തന്നെ മാറുകയാണ്. തേർഡ് യൂണിറ്റിലോട്ട് കിടക്കുമ്പോൾ തേർഡ് യൂണിറ്റ് സെൽഫ് ആൻഡ് ഇറ്റ്സ് പ്രോസസ് ആണ് തേർഡ് യൂണിറ്റിൽ വരുന്നത്. അവിടെ നോക്കാം. അപ്പോൾ സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്ന ബോധമാണ്. അപ്പോൾ സെൽഫ് കോൺസെപ്റ്റ്, ഞാൻ എന്നെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്, ഞാൻ എങ്ങനെയുള്ള ആളാണ്, ആ ഒരു ബോധത്തിനെയാണ് സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെക്കുറിച്ച് കരുതുന്നത് ഞാൻ ഫ്രണ്ട്ലി ആണ്, ഞാൻ ഷൈ ആണ്, ഞാൻ ലീഡറാണ്, ഞാൻ സ്പോർട്സിൽ നല്ലതാണ്, എനിക്ക് നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പോയി കഴിയും, ഞാൻ നന്നായിട്ട് ചിരിക്കും, എനിക്ക് നല്ല സന്തോഷമായിട്ടിരിക്കാൻ കഴിയും, എനിക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയും. അങ്ങനെ ഇതിനെ കുറിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട് എനിക്കുണ്ടാവും. ഇതെല്ലാം കൂടിയാണ് സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ ഒരുപോലെ, ക്ലാസ്സിൽ മറ്റൊരു പോലെ, ഫ്രണ്ട്സിനൊപ്പം മറ്റൊരു പോലെ, സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ് മാറും. അപ്പൊ സെൽഫ് കോൺസെപ്റ്റ് എങ്ങനെ ഉണ്ടാകുന്നത്? നമ്മുടെ ലുക്കിംഗ് ഗ്ലാസ് സെൽഫാണ്. അതായത് നമ്മൾ നമ്മളെ കാണുന്നത്, മറ്റുള്ളവർ നമ്മളെ കാണുന്നു എന്നത് നമ്മൾ കരുതുന്ന രീതിയിലാണ്. ഇപ്പൊ എല്ലാവരും പറയും നീ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത്. അപ്പൊ ഞാൻ ബെനോവലന്റ് ആണ്, സെൽഫ് കോൺസെപ്റ്റിൽ ആഡ് ചെയ്യും. മറ്റുള്ളവരുടെ പ്രതികരണം നമ്മുടെ സെൽഫ് കോൺസെപ്റ്റിന്റെ കണ്ണാടിയാണെന്നാണ് പറയുന്നത്. സോഷ്യൽ കമ്പാരിസൺ തിയറി എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. രണ്ട് രീതിയിലാണ് ഉള്ളത്. ഒന്ന്, ഞാൻ ബെറ്റർ ആണ് അല്ലെങ്കിൽ വേഴ്സ് ആണ്, ഞാൻ സിമിലർ ആണ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആണ്, ഞാൻ ഫ്രണ്ടിനേക്കാൾ സ്മാർട്ടാണ്, എൻ്റെ സിസ്റ്ററിനേക്കാൾ ക്രിയേറ്റീവ് കുറവാണ്. ഇതെല്ലാം സെൽഫ് കോൺസെപ്റ്റിന്റെ ഭാഗമാണ്. ഇനി റെഫറൻസ് ഗ്രൂപ്പ് പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന ഗ്രൂപ്പ് അത് ഡേഞ്ചർ ആവാം. പെയിന്റിങ് തുടങ്ങുന്ന ഒരാള് ഫേമസ് പെയിന്ററിനോട് കമ്പയർ ചെയ്താൽ എങ്ങനെ ഇരിക്കും? സെൽഫ് കോൺസെപ്റ്റ് ഡൗൺ ആവും. അതേസമയം സെയിം ലെവലിൽ ലേണേഴ്സിനോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പം സെൽഫ് എക്സ്റ്റീം എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര വിലയുള്ള ആളാണ്. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ സെൽഫ് കോൺസെപ്റ്റിന്റെ വാല്യൂ ജഡ്ജ്മെന്റ് എന്നാണ് പറയാം.
ഞാൻ നല്ല ആളാണോ, ഞാൻ യൂസ്ലെസ് ആണോ? സെൽഫ് എസ്റ്റീം സിറ്റുവേഷൻ അനുസരിച്ച് മാറും, ജീവിതകാലം മുഴുവൻ മാറിക്കൊണ്ടേയിരിക്കും. സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ പറ്റുമോ? കോൺഫിഡൻസ് ഇൻ എബിലിറ്റിയാണ് സെൽഫ് എഫിക്കസി പറഞ്ഞാൽ. എനിക്ക് എക്സാം പാസ്സാവാൻ പറ്റൂ, എനിക്ക് സ്റ്റേജിൽ സംസാരിക്കാൻ പറ്റില്ല. പോസിറ്റീവ് ഫീഡ്ബാക്ക് സെൽഫ് എഫിക്കസി കൂട്ടും, നെഗറ്റീവ് ഫീഡ്ബാക്ക് സെൽഫ് എഫിക്കസി കുറക്കും. അപ്പോൾ ഇവിടെ വരുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയുന്നതും നമ്മൾ കരുതുന്നതും കോൺഫ്ലിക്റ്റ് ആകുമ്പോൾ സെൽഫ് കോൺസെപ്റ്റും സെൽഫ് എക്സ്റ്റീമിനെയും ഹേർട്ട് ചെയ്യും. അപ്പോൾ സോഷ്യൽ ആൻഡ് പെർസെപ്ഷൻ എന്താണ്? നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, ഇന്റർപ്രിറ്റ് ചെയ്യുന്നു. പക്ഷെ ഇമോഷൻസും മോട്ടീവ്സും ഗോൾസും സെൽഫ് എക്സ്റ്റീമും ഇതെല്ലാം ഇൻഫർമേഷനെ ഡിസ്ട്രോട്ട് ചെയ്യുന്നു. അതുകൊണ്ട് പെർസെപ്ഷൻ പലപ്പോഴും ബയാസ്ഡ് ആകുന്നു. ഇംപ്രഷൻ ഫോർമേഷൻ എങ്ങനെയാണ്? ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെ ഉണ്ടാകുന്നത്? 6 പ്രിൻസിപ്പിൾസ് ആണ് ഇതിനുള്ളത്. 1, പെട്ടെന്ന് ഇംപ്രഷൻ ഉണ്ടാകും, ലിറ്റിൽ ഇൻഫർമേഷൻ മതി. 2, ശ്രദ്ധ പിടിക്കുന്ന കാര്യം, ഡ്രസ്സ്, ആസൻ, ഹൈറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും നമ്മുടെ കയ്യിൽ. പിന്നെന്താണ്? കോണ്ടസ്റ്റ് നോക്കിയുള്ള ജഡ്ജ് ചെയ്യല്. ബിഹേവിയർ ഒറ്റക്കല്ല, ആ ഒരു കോണ്ടസ്റ്റിൽ എങ്ങനെ പെരുമാറുന്നു നോക്കിയിട്ട്. ഗ്രൂപ്പിൽ കാറ്റഗറൈസ് ചെയ്യുന്നു. വൈറ്റ് കോട്ട് ഡോക്ടർമാരാണ്, കറുപ്പ് കൂട്ടിട്ട വക്കീലന്മാരാണ്, ഇങ്ങനെ. സ്കീമാസ് ഉപയോഗിക്കുന്നു. ഡോക്ടർ സ്കീമ, എഡ്യൂക്കേറ്റർ റെസ്പോൺസിബിൾ. ഡോക്ടർ ആണെങ്കിൽ നമ്മുടെ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്, റെസ്പോൺസിബിൾ, അങ്ങനെയുള്ള ഒരു ചിന്ത വരും. നമ്മുടെ നീഡ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും. ജലസി, ഇൻസെക്യൂരിറ്റി. ഇംപ്രഷൻ തെറ്റാകുന്നത് എന്തുകൊണ്ടാണ്? സിറ്റുവേഷൻ ഇഗ്നോർ ചെയ്ത് പേഴ്സണാലിറ്റി ബ്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ സ്കീമാസിന് ഗ്യാപ്പ് ഫില്ല് ചെയ്യുക, ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. ഇതൊക്കെ ഇംപ്രഷൻ തെറ്റാകുന്നത് കാരണമാണ്. അപ്പം ഇംപ്രഷൻ ശരിയാണെങ്കിൽ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ലിമിറ്റഡ് സിറ്റുവേഷനിൽ മാത്രം കാണുന്നു. സെൽഫ് ഫുൾഫില്ലിംഗ് ഫോർഫസി. എല്ലാവരും സെയിം തിങ് വിശ്വസിച്ചാൽ റോങ് ആയാലും റൈറ്റ് പോലെ തോന്നും. അപ്പൊ ഇംപ്രഷൻ മാനേജ്മെന്റ് എങ്ങനെയാണ്? മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ഇമേജ്, അത് 2 ടൈപ്പിലുണ്ട്. സെൽഫ് എൻഹാൻസ്മെന്റ് പറഞ്ഞാൽ ഞാൻ ഗ്രേറ്റ് ആണെന്ന് കാണിക്കുക. ഡ്രസ്സിങ്ങിലും ഗ്രൂമിങ്ങിലും അച്ചീവ്മെന്റ് പറയലിലും പ്രോപ്പറിൽ ക്ലാസ്സിലും ഒക്കെ ഞാൻ ഭയങ്കര സംഭവമാണെന്നുള്ള ഗ്രേറ്റ് ആണെന്ന് തോന്നിപ്പിക്കുക. അതർ എൻഹാൻസ്മെന്റ് എങ്ങനെയാണ്? മറ്റുള്ളവരെ ഫീൽ ഗുഡ് ആക്കാൻ. ഫ്ലാറ്ററി, പ്രൈസ്, അഗ്രി ചെയ്യല്. വില്യം ജെയിംസ് പറഞ്ഞു, നമ്മൾ ഓരോ ഗ്രൂപ്പിനോടും വേറെ സെൽഫ് കാണിക്കുന്നു. സെൽഫ് പ്രസന്റേഷൻ തിയറി എന്താണ്? സിംബോളിക് ഇന്ററാക്ഷനിസം എന്നാണ് കൂൾ ആൻഡ് മീൽ പറഞ്ഞത്. മറ്റുള്ളവരുടെ റോൾ എടുക്കുന്നു, അവരെ പോലെ തിങ്ക് ചെയ്യുന്നു, ബിഹേവിയർ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ പൊളിറ്റീഷ്യന്മാർ ലോക്കൽ ഡ്രസ് ഇട്ടിട്ട് ലോക്കൽ ലാംഗ്വേജ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്തിനാ? വോട്ട് കിട്ടാനാണ്, അല്ലേ? ഗോഫ്മാൻ, ലൈഫ് ഈസ് എ ഡ്രാമ. സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഡ്രാമ. നമ്മൾ ആക്ടേഴ്സ് ആണ്, ഫേസ് സേവ് ചെയ്യണം. ഫേസ് ക്രിയേറ്റം ചെയ്താൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകും. അപ്പോൾ ഇവിടെ അലക്സാണ്ടറുടെ പഠനപ്രകാരം സിറ്റുവേഷൻ അനുസരിച്ച് ഐഡന്റിറ്റി മാറും. ഇപ്പൊ സെമിനാർ ആണെങ്കിൽ സീരിയസ് പ്രൊഫസർ ആവും, ക്ലാസ് ആണെങ്കിൽ ഫ്രണ്ട്ലി ടീച്ചർ ആവും, പാർട്ടി ആണെങ്കിൽ കാഷ്വൽ ഫ്രണ്ട് ആവും. അപ്പൊ റോളിനേക്കാൾ ഇമേജ് ആണ് ഫോക്കസ് ചെയ്യുന്നത് അവിടെ. സിറ്റുവേഡ് ഐഡന്റിറ്റീസ്. സെൽഫ് പ്രസന്റേഷൻ ടാറ്റിക്സിൽ എന്താണ്? ഇൻഗ്രറ്റേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടണം, കോംപ്ലിമെന്റ്സും അഗ്രിമെന്റ്സും. ഫേക്ക് ആണെന്ന് പിടിച്ചാൽ ഫെയിൽ ആവും. പിന്നെ ഇന്റിമിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്നെ പേടിക്കണം, ത്രീറ്റ്, പവർ, റോബർ, സ്ട്രിക്ട് ടീച്ചേഴ്സ്, അങ്ങനെ. സെൽഫ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കേപ്പബിൾ ആണ്, സ്ട്രെങ്ത്, ഹൈറ്റ് ആണ്. എക്സഗ്രേറ്റ് ചെയ്താൽ ക്രെഡിബിലിറ്റി ലോസ് ആവും. പിന്നെന്താണ്? എക്സിംപ്ലിഫിക്കേഷൻ, ഞാൻ നോർമലാണ്. സാക്രിഫൈസ് കാണിക്കൽ, ഗിൽറ്റ് ക്രിയേറ്റ് ചെയ്യൽ ഒക്കെ. സപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സഹായം വേണം. വീക്ക്നെസ് ആണ് കാണിക്കുന്നെങ്കിൽ. സിമ്പതി സീക്കാണെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ ആണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എല്ലാവരും ഒരുപോലെയല്ല. സെൽഫ് മോണിറ്ററിംഗ് ഡിഫറൻസ്. ഹൈ സെൽഫ് മോണിറ്ററിംഗ് പീപ്പിൾ സിറ്റുവേഷൻ റീഡ് ചെയ്തു, ബിഹേവിയർ അഡ്ജസ്റ്റ് ചെയ്യും, സോഷ്യൽ അപ്രൂവൽ എടുക്കും. അപ്പോൾ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് സ്വിച്ച് ആവും, അഡാപ്റ്റബിൾ ആവും. ഇത് ഡിസെപ്ഷൻ അല്ല, സോഷ്യൽ സർവൈവൽസിലാണ്. അപ്പോൾ സെൽഫ് കോൺസെപ്റ്റ്, സെൽഫ് എസ്റ്റീം, സെൽഫ് എഫിക്കസി, ഇംപ്രഷൻ ഫോർമേഷൻ, മാനേജ്മെന്റ് എല്ലാം ചേർന്നാണ് നമ്മൾ സമൂഹത്തിൽ ഞാനായി ജീവിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് 3rd യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് 4th യൂണിറ്റിലോട്ട് കിടക്കുമ്പോൾ ബ്ലോക്ക് 2-ലെ 2nd യൂണിറ്റ് ആണ് സെൽഫ് ഇൻ സോഷ്യൽ കോണ്ടാക്സ്റ്റ്. അടുത്തത് കൾച്ചറിനെ കുറിച്ചിട്ടാണ് യൂണിറ്റ് 4-ൽ പറയുന്നത്. കൾച്ചർ എന്നത് എന്താണ്? നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ സംസാരിക്കണം, എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, ഇതൊക്കെ പഠിപ്പിക്കുന്ന ജീവിത നിയമങ്ങളാണ് എന്ത്? ടൈറ്റ് കൾച്ചർ എന്ന് പറഞ്ഞാൽ കടുപ്പമുള്ള സംസ്കാരം. അതായത് ഇങ്ങനെ തന്നെ ചെയ്യണം. ഇൻഡിവിജ്വാലിറ്റി കുറവായിരിക്കും, വ്യത്യസ്തരായാൽ ഡിസപ്രൂവ് ചെയ്യും. കൾച്ചർ തലമുറകളിലേക്ക് പോകുന്നത് എന്താണ്? ഫാഷൻ പോലെയല്ല. അച്ഛനിൽ നിന്ന് മകനിലേക്ക്, അമ്മയിൽ നിന്ന് മകളിലേക്ക് കൾച്ചർ പാസ് ചെയ്യും. കൾച്ചർ മാറുമോ?
മാറും. പക്ഷെ പതുക്കെ ടെക്നോളജി വന്നതോടെ ഇന്ത്യൻ കൾച്ചർ 30 വർഷത്തിൽ വലിയ മാറ്റമാണ് വന്നത്. എൻകൾച്ചറലൈസേഷൻ ആൻഡ് അക്കൾച്ചറലൈസേഷൻ. എൻകൾച്ചറലൈസേഷൻ ആണ് സ്വന്തം സംസ്കാരം പഠിക്കുക. നമുക്ക് ജനിച്ച സംസ്കാരം, അമ്മ, അച്ഛൻ, ഫാമിലി, സ്കൂൾ അറിയാതെ തന്നെ പഠിക്കുന്നത്. ഇതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. മലയാളം സംസാരിക്കുക, എൽഡറിനെ റെസ്പെക്ട് ചെയ്യുക, ഇതൊക്കെ. അക്കൾച്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു സംസ്കാരം, മറ്റൊരു രാജ്യത്തിലേക്കോ സംസ്കാരത്തിലേക്കോ പോയാൽ അവിടുത്തെ കൾച്ചർ അഡാപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യക്കാർ കാനഡയിൽ പോയാൽ ഷൂ വിട്ട് വീട്ടിലിടരുത് എന്ന് പഠിച്ചു, അവിടെ ഷൂ വിട്ട് വീട്ടിലിടാമെന്നുള്ളതാണ്. ഇതില് കോൺഫ്ലിക്റ്റ് ഉണ്ടാകും, നമ്മുടെ കൾച്ചറും അവരുടെ കൾച്ചറും തമ്മിൽ. അപ്പൊ എൻകൾച്ചറൈസേഷന്റെ ഏജന്റ് ആണ് ഒന്ന് പാരന്റ്സ് ആൻഡ് സിബിലിങ്സ്. കുഞ്ഞുങ്ങൾ ആദ്യ ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ പാരന്റ്സ് ആണ്. കുഞ്ഞ് സർവൈവ് ചെയ്യണം. പാരന്റ്സിന്റെ 3 ഗോൾ എന്താണ്? കുഞ്ഞ് സർവൈവ് ചെയ്യണം, സെൽഫ് റിലന്റ് ആകണം, മോറൽ വാല്യൂസ് പഠിക്കണം. പാരന്റിങ് സ്റ്റൈൽ എന്തായിരിക്കും? അതോറിറ്റേറിയൻ ആയിരിക്കും, സ്ട്രിക്റ്റും ലവ് കുറവായിരിക്കും. പെർമസീവ് ആവും, ലവ് കൂടുതലും കൺട്രോൾ കുറവായിരിക്കും പെർമസീവ് ആണെങ്കിൽ. അതോറിറ്റേറ്റീവ് ആണെങ്കിൽ ലവും കൺട്രോളും ഉണ്ടാവും, മസ്റ്റ് ആയിരിക്കും. നെഗ്ലക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും ഉണ്ടാവില്ല. പക്ഷെ വെസ്റ്റേൺ മോഡൽ എല്ലായിടത്തും ഫിറ്റ് ആവില്ല. കൾച്ചറൽ ഡിഫറൻസ് പറഞ്ഞാൽ ജപ്പാനിൽ ഇമോഷണൽ അപ്പീലാണ്, USA റിവാർഡ് പണിഷ്മെന്റ് ആണ്. ഇനി സ്ലീപ്പിങ്ങിന് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അമേരിക്ക കുട്ടി സെപ്പറേറ്റ് റൂമിലായിരിക്കും, ഇന്ത്യയിൽ അമ്മയോടൊപ്പം ആയിരിക്കും ഉറക്കം. അതാണ് കൾച്ചറൽ ഗോൾ വ്യത്യാസം. പിന്നെ സിബിലിങ്സ് ആണെങ്കിൽ എൽഡർ സിബിലിങ്സ് ടീച്ചറും കെയർ ഗീവറും ആയിരിക്കും. സ്ട്രീറ്റ് ചിൽഡ്രന്മാരാണെങ്കിൽ സിബിലിങ്ങിനാണ് മെയിൻ ഗൈഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ജോയിന്റ് ഫാമിലി, ഗ്രാൻഡ് പാരൻസ്, അങ്കിൾസ്, ആൻറ്റീസ്, ലവ്സ്, ബിലോങ്ങിങ്സ്, റെസ്പെക്ട്, അതോറിറ്റി. ഇന്ത്യയിൽ ജോയിന്റ് ഫാമിലി സ്ട്രോങ് സോഷ്യലൈസേഷൻ ആണ്. പീർ ഗ്രൂപ്പ് പറഞ്ഞ സുഹൃത്തുക്കൾ, ചെറിയ ഏജിലുള്ള ഫ്രണ്ട്സ്, ഓട്ടോണോമി പഠിക്കുന്നു, ഐഡന്റിറ്റി ബിൽഡ് ചെയ്യുന്നു. പീറിന്റെ എഫക്റ്റ് പറഞ്ഞാൽ ഗുഡ് വാല്യൂ റീൻഫോഴ്സ് ചെയ്യും, ബാഡ് ഹാബിറ്റ് കൂടി വരാം. ജെൻഡർ ഡിഫറൻസ് പറഞ്ഞാൽ ബോയ്സും ഗേൾസും. പിന്നീട് ഓപ്പോസിറ്റ് ജെൻഡറും ഇന്ററാക്ഷൻ വളരെ വീക്കാണ്. ഇമിഗ്രേഷൻ ചിൽഡ്രൻ ഫ്രണ്ട്ഷിപ്പ്, സെയിം എത്തിനിസിറ്റി ഫ്രണ്ട്സ് കംഫോർട്ട് ആയിരിക്കും, ഡിഫറെന്റ് എത്തിനിസിറ്റി എന്നുള്ള ഫ്രണ്ട്സ് അഡാപ്ഷൻ ആയിരിക്കും. ബാലൻസ് ഇല്ലെങ്കിൽ പ്രോബ്ലം വരും. ഇനി എഡ്യൂക്കേഷനിൽ നോക്കുമ്പോൾ കൾച്ചർ പാസ് ചെയ്യാനുള്ള ശക്തമായ ടൂളാണ് എഡ്യൂക്കേഷൻ. കൾച്ചർ ട്രാൻസിറ്റ് ചെയ്യാനും ഇനോക്വാലിറ്റി കുറക്കാനും സൊസൈറ്റിയെ മാറ്റാനും പേഴ്സണാലിറ്റി വളർത്താനും. ഇപ്പൊ ജപ്പാനീസിന്റെ മാത്സ് ലാംഗ്വേജ് ഈസിയാണ്, അമേരിക്കൻ നമ്പേഴ്സ് കൺഫ്യൂസിംഗ് ആണ്. ടീച്ചർ സ്റ്റൈൽ കൾച്ചർ ബേസ്ഡ് ആണ്. ടീച്ചിങ് സ്റ്റൈൽ കൾച്ചർ ബേസ്ഡ് ആകുമ്പോൾ എന്താണ്? അമേരിക്കയിൽ പ്രൈസും ഇന്ത്യൻ ജപ്പാനിൽ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യലുമാണ്. കരിക്കുലം ബയാസ് എക്സാമ്പിൾ എന്താണ്? ട്രിപുരയിൽ ബംഗാളി കൾച്ചർ ഓൺലി, അതേഴ്സ് മാർജിനലൈസ്ഡ് എന്നാണ് പറയുന്നത്. റിലീജിയൻ പരമായിട്ട് നോക്കുകയാണെങ്കിൽ റിലീജിയനും വാല്യൂസും റിച്വൽസും അഡൽഹുഡ് സെറമണി മോറൽ ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്നു. ടു മച്ച് റിലീജിയസിറ്റി അക്യുമുലേഷൻ സ്ലോ ആകും. സെൽഫ് അക്രോസ് കൾച്ചർ, ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചർ വേസ്റ്റ്. ഞാൻ ഫസ്റ്റ്, പേഴ്സണൽ ഗോൾസ്, സ്റ്റാൻഡ് ഔട്ട്, സക്സ്, മൈ എഫേർട്ട്. അപ്പം USA കളക്റ്റീവ് കൾച്ചർ ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ഫാമിലി, ഗ്രൂപ്പ്, ഹാർമണി, ലോയാലിറ്റി, ഈ ഒരു ഓർഡർ ആയിരിക്കും. ഇപ്പം ഇന്ത്യയിലും ജപ്പാനിലാണെങ്കിൽ ഇന്ത്യ മിക്സ് കൾച്ചറാണ്. ഫാമിലി മാറ്റേഴ്സ് കളക്ടിവിസ്റ്റ്, പേഴ്സണൽ മാറ്റേഴ്സ് ഇൻഡിവിജ്വലിസ്റ്റും ആയിരിക്കും. ഹാപ്പിനെസ് ഡിഫറൻസ്, ഇൻഡിവിജ്വലിസ്റ്റീസ് ആണ് പേഴ്സണൽ അച്ചീവ്മെന്റ്, കളക്ടിവിറ്റീസ് ആണ് സോഷ്യൽ ഹാർമണി. മൾട്ടി കൾച്ചറൽ ഐഡന്റിറ്റി, ഒരു പേഴ്സണ് ഒരുപാട് കൾച്ചർ. പോസിറ്റീവ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ ബ്ലിങ്കിങ്ങൽ, ഫ്ലെക്സിബിൾ തിങ്കിങ്, ബെറ്റർ അഡ്ജസ്റ്റ്മെന്റ്. ഐഡന്റിറ്റി കൺഫ്യൂഷൻ, ഡിസ്ക്രിമിനേഷൻ ആണ് ഒരു പ്രോബ്ലം. പിന്നെ എന്താണ്? ഐഡന്റിറ്റി സ്വിച്ചിങ്, ഐഡന്റിറ്റി റീഡെഫിനിഷൻ. ഓക്കെ. ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് പറഞ്ഞാൽ ഇൻ ഗ്രൂപ്പ് പറഞ്ഞാൽ നമ്മൾ ബിലോങ് ചെയ്യുന്ന ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ് പറഞ്ഞാൽ നമ്മൾ ബിലോങ് ചെയ്യാത്ത ഗ്രൂപ്പ്. സ്റ്റീരിയോ ടൈപ്പ് ആക്ടിവേറ്റ് ആകുമ്പോൾ പെർഫോമൻസ് ചേഞ്ച് ചെയ്യും. ഏഷ്യൻ ഗേൾ ആണെങ്കിൽ മാത്സിൽ ഗുഡ് സ്റ്റീരിയോ ടൈപ്പ് പെർഫോമൻസ് കൂടിയാൽ ഫീമെയിൽ സ്റ്റീരിയോ ടൈപ്പിൽ പെർഫോമൻസ് കുറയും. പിന്നെന്താണ്? ഇൻ ഗ്രൂപ്പ് ബയാസിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്വന്തം ഗ്രൂപ്പിനെ ഫേവർ ചെയ്യൽ, ഈവൻ റാൻഡ് ഗ്രൂപ്പിൽ പോലും. നാഷണലിസം എക്സ്ട്രീം ആകുമ്പോൾ റാസിസം, വയലൻസ് ഉണ്ടാവുന്നു. ആട്രിബ്യൂഷന്റെ കാരണങ്ങൾ എന്താണ്? എന്തുകൊണ്ട് സംഭവിച്ചു? സെൽഫ് സർവിങ് ബയാസ്, സക്സസ് എൻ്റെ കഴിവ്, ഫെയിലിയർ സിറ്റുവേഷൻ. സെൽഫ് സർവിങ് ബയാസ് പറഞ്ഞാൽ സക്സസ് എൻ്റെ കഴിവ് ഫ്യൂച്ചർ സിറ്റുവേഷനിൽ. ഫണ്ടമെന്റൽ ആൻഡ് ആട്രിബ്യൂഷൻ എറർ എന്ന അതേഴ്സ്, മറ്റുള്ളവരുടെ ഫെയിലിയർ. ലേസി. വിക്ടിം ബ്ലെയിമിങ്, അവർക്ക് തന്നെ വിക്ടിം ബ്ലെയിമിങ് എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെയാണ് കാരണം. അഗ്രഷൻ എന്ന് പറഞ്ഞാൽ കൾച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. കളക്ടിവിറ്റീസ്, ഇനിക്വാലിറ്റി, വാറ്, ഡെമോക്രസി, ഇങ്ങനെയുള്ള. അപ്പോൾ അട്രാക്ഷൻ ആൻഡ് റിലേഷൻഷിപ്പ്, ഫസ്റ്റ് ഇംപ്രഷൻ സ്ട്രോങ് ആയിരിക്കും, പ്രൈമറി എഫക്റ്റ്.
പിന്നെ ഓൺ റിലീജിയൻ ഗ്രൂപ്പ് അട്രാക്ഷൻ കൂടും. പക്ഷേ ഇന്റർ കൾച്ചറൽ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ് ക്രിയേറ്റിവിറ്റി കൂട്ടും, എൻ്റർപ്രീനർഷിപ്പും കൂട്ടും. അപ്പം കൾച്ചർ നമ്മളെ ഷേപ്പ് ചെയ്യുന്നു, നമ്മളെ കൾച്ചറിനെ ക്യാരി ചെയ്യുന്നു. മാറുമ്പോൾ കൾച്ചറിനെ നമ്മളും ഒരുമിച്ച് മാറുന്നു. ക്ലിയർ ആണോ? അപ്പം ഇതാണ് ഫസ്റ്റത്തെ 2 ബ്ലോക്കിൽ പറയുന്നത്. സോഷ്യൽ സൈക്കോളജി എന്താണെന്നുള്ളത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇൻട്രൊഡക്ഷനിൽ കൊടുക്കുക. പിന്നെ കൾച്ചറിൻ്റെ ഡിഫറൻസ് വരുന്നതും ഓരോ ബിഹേവിയർ വരുന്നതും ഒക്കെ നമ്മൾ കഴിഞ്ഞ 2-3 യൂണിറ്റ് ആയിട്ട് ഒന്ന് ഓടിച്ചു പോയി. ഇനി അടുത്ത ബ്ലോക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സൽസ മുസ്തു സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.